നേരത്തെ എങ്ങോട്ടാണ് നേരത്തെ ഇവിടെ രണ്ടാമത്തെ ദിവസമാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് മൈസൂർ മുതൽ രണ്ടാമത്തെ ദിവസമാണ്. എന്നപ്പോ ഇനി എങ്ങോട്ടാ? നമ്മൾ ചാമുണ്ടി ചാമുണ്ടി കഴിഞ്ഞിട്ട് നേരെ കൂർഗിലേക്ക് വിടും. ചർച്ച് കാണിച്ചിട്ട് ഇനിയിപ്പോ കൂർഗിലെ വിശേഷം കാണല്ലേ? കൂർഗില് വിളിക്കട്ടെ. രാവിലെ തന്നെ ചാമുണ്ടിയാ ഫസ്റ്റ് കൊടുക്കുന്നത്. നല്ല വ്യൂ കാര്യങ്ങളാണ്. ചാമുണ്ടിന്റെ ഗേറ്റെത്തി. ചാമുണ്ടിന്ന് നേരെ പാർട്ടി ഇറങ്ങി, മക്കൾ ഇറങ്ങിപ്പോയി. ചാമുണ്ടിയിൽ പാർക്ക് ചെയ്ത് വണ്ടി ചാമുണ്ടി കണ്ടിട്ട് ഓല് വരും. അല്ല ഇന്നിപ്പോ തിരക്ക് അറിയൂല, എന്താ ഈ സമയം ആയതുകൊണ്ടാന്ന് അറിയൂല. 9 മണിയാന്നേ ഉള്ളൂ. അതിന്റെ ഒരു ചെറിയ തിരക്കേ കാണുന്നുള്ളൂ, വലിയ തിരക്കല്ല. ഇങ്ങനെയല്ല ഇവിടെ ഉണ്ടാവില്ല ചാമുണ്ടിയിൽ. ബസ് വെക്കാൻ പറ്റാത്ത തിരക്ക്. വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാമുണ്ടിയിൽ നിന്ന് വണ്ടി ഇറങ്ങാണ്. ചാമുണ്ടി കഴിഞ്ഞു അടുത്തത്. ഇങ്ങനെ ചാമുണ്ടി ക്ഷേത്രം കണ്ട് ഇറങ്ങിയാണ് കൊണ്ടിരിക്കുകയാണ്. കൂർഗിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിട്ടോ. ടെമ്പിള് പാർക്കിങ്ങിലുള്ള വണ്ടിയുള്ളത്. ടെമ്പിൾ ആടെയാണ്. നല്ല വെയില. പാർക്കിങ് എല്ലാം ഇവിടെ സൈഡാക്കി, പാർക്കിങ് കിട്ടി, സൈഡാക്കി. ഇനി പോലെ ഇറങ്ങിപ്പോയി ജോലി വരണം. എല്ലാ കൊമ്പന്മാരും ഉണ്ട് ഇവിടെ. ഹോട്ടലിൽ നിർത്തിയാട്ടോ ഫുഡേക്ക്. ഹോട്ടലിൽ കഴിച്ച് മക്കൾക്ക് ഷോപ്പിംഗ് ചെയ്യണം പറഞ്ഞു. ഹോട്ടലിന് അടുത്ത് തന്നെ ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പിൽ നല്ല വലിയ പാർക്കിങ്ങാണ്. കുറെ കേരളത്തിലെ കൊമ്പന്മാരുണ്ടായിരുന്നു. കൊമ്പന്മാരൊക്കെ പോയി. കൂടെ ഞങ്ങൾ കുറച്ച് കൊമ്പന്മാരേ ഉള്ളൂ ഇവിടെ. നല്ല പാർക്കിങ് കാര്യങ്ങളും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹോട്ടലും കാര്യങ്ങളും ഫുഡ് നല്ല തന്നെ. എല്ലാരും വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് കേട്ടോ പോന്ന്. ഫോറസ്റ്റ് എത്തിട്ടോ. ഇവിടെയാണ് പാമ്പ് ഫോറസ്റ്റ്. പാർക്കിംഗ് ഇവിടെയാണ്. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് പാമ്പ് ഫോറസ്റ്റിൽ. അവിടെ പാർക്ക് ചെയ്ത് പാമ്പ് ഫോറസ്റ്റിലേക്ക് ഒരു പോയി ഇനി ഒരു വരണം. പാമ്പ് ഫോറസ്റ്റിന് നല്ല പാർക്കിംഗ് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. നേരെ അടുത്ത സ്ഥലത്തേക്ക്. ഇങ്ങനെ സാരംഗി ഡാം. നല്ല കാലാവസ്ഥ, നല്ല വ്യൂ ആട്ടോടെ. നല്ല രസമുണ്ട് കാണാൻ കാര്യങ്ങളൊക്കെ. ഇന്ത്യ കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ ഉടനെ പാർക്കിങ്ങിലേക്ക് പോവുക. ഇങ്ങനെ കുട്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇറങ്ങി നേരെ പാർക്കിങ്ങിലേക്കാണ്. നല്ല വ്യൂവും കാര്യങ്ങളാണ് ഇവിടെ. ഇപ്പൊ സമയം 9 മണിയായി. ഇനി രാത്രി DJയും കൂടി കൊടുക്കാറുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് വന്ന ഹോട്ടലിൽ തന്നെയാണ് കഴിക്കുന്നത്. നേരെ കഴിച്ച് ഉള്ളു ഞാൻ കയറിയേക്ക്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് DJ കൊടുക്കാണ്ട്. ഉച്ചയ്ക്ക് കയറിയ ഹോട്ടലിൽ തന്നെയാ. നേരെ ഇനി നേരെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി DJ. DJ റൂമിലേക്ക് കയറുക കേട്ടോ. കുട്ടികൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. Everybody in the house, this is the last 10 minutes dance in the house. Are you ready? Make some noise, everybody! Okay, DJ കുറച്ചും കൂടെ DJ. നമ്മുടെ കട്ടിപ്പാറയിലെ മനാൻഷ, കട്ടിപ്പാറയിലെ PT ഉഷ, എല്ലാവരും കലാബോധം തിരിച്ചറിഞ്ഞത് നമ്മളെ കലാകാരൻ
പിന്നെ ടൂറൊന്നും പോകാനൊന്നുമില്ല, ഇപ്പോഴാണ് പോണത്. അപ്പൊ നല്ല വൈബൊക്കെ ഉണ്ട്. ഇനി പോണം. 10ാം ക്ലാസ് ടൂറിക്ക് മിസ്സാക്കി. എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടി വന്ന് സ്കൂളിലെ ഫ്രണ്ട്സിന്റെ പിള്ളേ ടൂറിക്ക് മിസ്സായി. അതുകൊണ്ട് ഞാൻ ചോയ്സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ടൂറിന് വന്ന് നോക്കുമ്പോ വൈബാണ്, എല്ലാവരും ഒരേ പൊളിയാണ്, അടിപൊളി ടൂറാണ്. പിന്നെ നമ്മളെ ഗെയില് super അടിപൊളിയാണ്. ചെക്ക് പോസ്റ്റ് എത്തി, ഇനിയിപ്പോ നാട്ടിലേക്കുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ ബോർഡർ എത്തി.